ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ടൈം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാം. അത് ദോശമാവ് വെച്ചാണ്. സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കുന്നത്. 3 കളർ ഒന്നിച്ച്, അതായത് 3 in 1 ദോശ എന്ന് പറയാം. അപ്പോൾ ദോശമാവ് നമ്മൾ കോരി ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സൈഡിൽ ഒരു ലെയർ പോലെ നമ്മൾ അതിലേക്ക് ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് നമ്മൾ നന്നായിട്ട് നിരത്തി റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. പിന്നീട് നമ്മൾ സെക്കൻഡ് ലെയർ പോലെ വെച്ച് കൊടുക്കുന്നത് ക്യാരറ്റ് അരിഞ്ഞതാണ്. ക്യാരറ്റ് നന്നായി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് നമ്മൾ നടുക്കത്തെ പോർഷനിലാണ് വെച്ച് കൊടുക്കുന്നത്. അത് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് മൂന്നാമതായിട്ട് വെച്ച് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. നമ്മുടെ ഫ്രഷ് തേങ്ങ തന്നെ ചിരകി എടുത്തതാണ്. പെട്ടെന്ന് രാവിലെ തോന്നിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ മൂന്നാമത്തെ ലെയറായിട്ട് നമ്മളൊരു തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അതൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് നന്നായിട്ട് കുക്കാവുമ്പോഴത്തേക്കും അല്പം ഉപ്പ് ക്യാരറ്റിലും ബീട്രൂട്ടിലും മാത്രം ചേർത്ത് കൊടുക്കുക. തേങ്ങയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ ക്യാരറ്റിലും ബീട്രൂട്ടിലും അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ തേങ്ങയിലെ ഭാഗത്തിലേക്ക് അല്പം പഞ്ചസാര എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിലൊന്നും. ഇതിങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് വെറുതെ തോന്നിയൊരു ഐഡിയ ആണ്. അങ്ങനെ നമ്മൾ ഒരു ഭാഗം ഇപ്പുറത്തുനിന്ന് മടക്കി കൊടുക്കുകയാണ്. പിന്നീട് തേങ്ങ വെച്ചിരുന്ന ഭാഗവും നടുക്കോട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാരറ്റൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ച് നമ്മൾ അധികം ചൂടൊന്നുമില്ല, തീ കുറച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അതൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ദോശയ്ക്കകത്ത് ഫില്ലിങ്ങായിട്ട് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മളിതിലേക്ക് അല്പം ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാനിവിടെ തൂത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് കൂടി കൂടുതലായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. എളുപ്പമാണ് പരിപാടി. കറിയൊന്നും പ്രത്യേകിച്ച് ഇതിന് വേണ്ട. ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കഴിച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അത് 2 സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കുക. നന്നായി മുരിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പിന്നെ ചമ്മന്തിക്കകത്ത് വേണമെങ്കിൽ മുക്കി കഴിക്കാവുന്നതാണ്. കുരുമുളകിൻ്റെ ഒരു എരിവും ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒരു ടേസ്റ്റും പിന്നെ തേങ്ങയും പഞ്ചസാരയുമായിട്ടുള്ള ചെറിയൊരു മധുരവും ഒക്കെ കിട്ടും. സംഭവം നല്ല ടേസ്റ്റാണ്, കാണാൻ നല്ല കളർഫുള്ളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശമാവിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ബൈ.